നീണ്ട 9 വർഷക്കാലം കൊടും തണുപ്പിൽ ആ ജീവബിന്ദു നിദ്രയിലായിരുന്നു. 2016 പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത യുവാവിന് വൃഷണാർബുദം സ്ഥിരീകരിക്കുന്നത്. അന്ന് പ്രായം വെറും 18 വയസ്സ്. ക്യാൻസർ ചികിത്സ പ്രകാരം ബീജങ്ങളുടെ കംപ്ലീറ്റ് നാശം സംഭവിച്ച ഒരു രോഗിക്ക് ക്യാൻസർ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ബീജ ശീതീകരണ സംരക്ഷണം നൽകി. രോഗം ബാധിച്ച ഭാഗം നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. അന്ന് ആ 18-കാരൻ വിളിക്കാത്ത ദൈവങ്ങളുണ്ടാകില്ല, പ്രാർത്ഥനകളും. ആ ഒരു ഇൻസിഡൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആക്ച്വലി ഞാൻ വരുന്നതിന് മുമ്പ് 2016 ഇത് സെമൻ സാമ്പിൾ, ഒരു 3 വയൽസോളം സെമൻ സാമ്പിളായിരുന്നു അന്ന് ഇത് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്ക് കഴിഞ്ഞ വർഷം ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഈ ഒരു കേസ് വരുമ്പോൾ ഈ സതീമാഡം എല്ലാം വളരെ ഒരു ഇതായിട്ട് പറഞ്ഞു. കാരണം നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ സെമൻ സാമ്പിൾസ് മാത്രമാണ്. അപ്പോളോ ആശുപത്രി, CMC വെല്ലൂർ, RCC എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ കൗമാരക്കാരൻ ചികിത്സ തേടി. രോഗത്തിന്റെ ഉറവിടം മുറിച്ചു മാറ്റാതെ രക്ഷയില്ല എന്ന യുവാവിനും ബോധ്യമായി. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ബീജമെടുത്ത് ശീതീകരിച്ച് സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. ദീർഘകാലത്തെ ചികിത്സയ്ക്കൊടുവിൽ യുവാവ് രോഗമുക്തി നേടി. വൈകിയെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഇതിനിടെ വിവാഹിതനായി. മക്കൾ വേണമെന്ന ആഗ്രഹമുണ്ടായപ്പോഴാണ് താൻ പണ്ട് ശീതീകരിച്ച് സൂക്ഷിക്കാനായി ബീജം നൽകിയ കാര്യം യുവാവ് ഓർക്കുന്നത്. സാധാരണ പേഷ്യൻസൊക്കെ കീമോതെറാപ്പിക്ക് മുമ്പ് ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞു വിടും സെമൻ ഫ്രീസ് ചെയ്യാം. അത് കഴിയുമ്പോൾ പിന്നെ സ്പേംസിൻ്റെ കൗണ്ട് കുറയുന്നത് കൊണ്ട് പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ 2-3 സാമ്പിൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അത് നല്ല കൗണ്ടുള്ളതായിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷം വന്നു IVF പ്രൊസീജിയർ ചെയ്തിട്ട് പോസിറ്റീവായി. ഇപ്പം ഡെലിവറി കഴിഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച സാമ്പിളാണല്ലോ പോസിറ്റീവായെന്നുള്ളത്. അങ്ങനെ ആ യുവാവ് 9 വർഷങ്ങൾക്കിപ്പുറം താൻ ബീജം ശീതീകരിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പാറ്റൂർ സമദ് IVF ആശുപത്രിയിലെത്തി. നമ്മളത് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ആങ്ഷ്യസ് ആണ്. കാരണം 3 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ എംബ്രിയോ എങ്ങനെ വരും, ഈ എംബ്രിയോ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് എങ്ങനെയാണ് അത് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ വേറെ അവൈലബിൾ ഒന്നുമില്ല. അപ്പം നമ്മൾ ആക്ച്വലി അന്നേരം ക്ലിനീഷ്യൻസുമായിട്ട് ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻസിൽ നമ്മൾ തീരുമാനമെടുത്തു. ആക്ച്വലി നമുക്ക് ഇത് Day 3 ഇടണ്ട, Day 3 എംബ്രിയോസായിട്ട് ഇടണ്ട. ഇതിനെ നമുക്കൊരു Day 5 വരെ കൊണ്ടുപോയിട്ട് അപ്പം അതിൽ ഏറ്റവും നല്ലതിനെ നമുക്ക് ഇടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു Day 5 എംബ്രിയോസ്, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ആക്കിയിട്ടാണ് നമ്മളത് ഇട്ടത്. ബീജശീതീകരണവും തുടർന്നുള്ള IVF ചികിത്സയും വഴി ജനുവരി 8 രാവിലെയാണ് ദമ്പതികൾക്ക് സിസേറിയൻ വഴി ആൺകുഞ്ഞ് ജനിച്ചത്. നമ്മളുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം അവരുടെ ഒരു ചിരി കാണുമ്പോൾ നമുക്കത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.